രേണു സുധിയുടെ ഒരു വീഡിയോ 2-3 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. രേണു സുധി ഇൻസ്റ്റാഗ്രാമിൻ്റെ സബ്സ്ക്രിപ്ഷനിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തോ ചുണ്ട് വെച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് കുറേയധികം പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള രീതിയിൽ. അതിന് മറുപടിയായിട്ട് രേണു സുധി ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് എൻ്റെ ചുണ്ട് പൊട്ടിയത് ഞാനുണ്ടെങ്കിൽ ആൾക്കാർ ചോദിച്ച സമയത്ത് അത് കാണിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. എന്തായാലും ഇപ്പം അതല്ലാതെ ഒരു വീഡിയോ ആയിട്ട് തന്നെ രേണു സുധി വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നെഗറ്റീവ് പറയുന്നവർക്ക് വേണ്ടിയിട്ട്. ആ ഒരു വീഡിയോയിൽ രേണു പറഞ്ഞ എന്താണ് എന്നുള്ളൊരു കാര്യം ഞാൻ ഓഡിയോ ഇവിടെ വെക്കുന്നതായിരിക്കും. രേണു പറഞ്ഞൊന്ന് കേട്ട് നോക്കൂ. നിനക്കൊക്കെ എന്തിന്റെ കേടാടാ മക്കളെ? നട്ടലില്ലാതായി പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവന്റെ പറയുന്നില്ല, അവൻ എടുത്ത് പുറത്ത് വിട്ടേക്കുന്നു. നാണം കെട്ട നാറി. കടിച്ചോട്ടെ എന്ന് രേണുസുധിയോട് ചോദിച്ചപ്പോ എന്നെ കടിക്കാൻ പറയണോ? കടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ കടിക്കല്ലേ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്റെ ചുണ്ട് വന്ന് കടിക്കാൻ ഞാൻ പറയണോ? വേറെ എന്തൊക്കെ കാണിക്കുന്നില്ല സബ്സ്ക്രിപ്ഷൻ? നീ വേറെ ആൾക്കാരൊക്കെ ഇതൊന്നും നീ എന്താടാ ഇടാത്ത, പുറത്ത് ലീക്ക് ചെയ്യാത്തത്? നിനക്കൊക്കെ പേടി. എടാ, രേണുസുധിക്ക് ഒന്നുമില്ല. രേണുസുധി അതിനകത്ത് ചുണ്ടല്ലേ കടിച്ചല്ലോ, വേറൊന്നും വന്ന് കടിച്ചിട്ടില്ലല്ലോ, വേറൊന്നും കടിച്ച് കാണിച്ചുമില്ലല്ലോ. അപ്പൊ ഒരു കുഴപ്പമില്ല. നീയൊക്കെ ഇതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് തന്നെയാണ്, അതായത് നല്ല മര്യാദക്ക് തന്നെയാണ് ഞാൻ സബില് ചെയ്യുന്നത്. മനസ്സിലായോ? നീയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഇതിനകത്ത്. മനസ്സിലായോ മക്കളെ? നീ ഇട്ടാൽ എനിക്ക് കോപ്പാണ്. ഞാൻ ഇനിയും ലൈവ് ഇടും. മനസ്സിലായോ? എന്റെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ലൈവ്